ദേ കാണുന്നതാണ് ട്രിവാൻഡ്രത്തെ ലുലു മാൾ. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ പോണത് ലുലുലാണെന്ന്. പക്ഷെ അല്ല, നമ്മൾ എങ്ങോട്ടാ പോന്നേ? അതെ ഗൈസ്, ഞങ്ങൾ ഓബൈ താമരയില് എന്തിനു പോവാ? എന്തിനാ പോണേ? നിറം പിടിക്കാനല്ല. യെസ്, ഞങ്ങൾ ഫുഡ് കഴിക്കത്തേ. ഇന്ന് പൈസ പൊട്ടിച്ചിട്ട് വരാൻ കാര്യം. ഞങ്ങള് പൈസ ഒന്നും നോക്കുന്നില്ല. അതും എന്റെ വകയുള്ള ചെലവിന്. അപ്പൊ ഞങ്ങള് ലാവിഷാണെന്ന് കരുതിയിട്ട് 10 രൂപയും കൊണ്ടാവുന്നത്. ഓക്കേ, പക്ഷെ നമ്മൾ ഓബൈ തമരെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നമ്മളെ കൊണ്ടുവന്ന് ലുലുവിനകത്തോട്ടാണല്ലോ. ഇത് ബംഗാളി പറഞ്ഞു തരുന്ന വഴിയാണ്. ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളെക്കാളും നന്നായിട്ട് ഈ ബംഗാളിക്ക് റൂട്ടൊക്കെ അറിയാം കേട്ടോ. പക്ഷെ എന്തായാലും പോകുന്ന വഴിക്ക് നിങ്ങൾ ഇങ്ങനെ ലുലുവിന്റെ ക്രിസ്മസ് വൈബ്. ലുലുവിലെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഡെക്കറേഷൻസ് ആണ്. നല്ല കളക്ഷൻ ഉണ്ട്. ഓക്കേ, ചുമ്മാ ചാടി പോകാൻ പറ്റില്ല, വണ്ടി പറഞ്ഞില്ലേ? നമ്മൾ ഓവർ എത്തിയില്ല, എല്ല് വരെ ആയുള്ളൂ. ഉടനെ നമ്മൾ എത്തും. ഇതാ ലുലുവിന്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ കാണുന്ന ഒരു ഭംഗി ഇവിടെ അറിയുന്നില്ല. എന്നാലും കൊള്ളാം. അല്ല, ഇത് 3rd ആനിവേഴ്സറിയാ. അങ്ങനെ നമ്മൾ എത്തിയില്ല, കുറച്ചുകൂടെ പോണം. നമ്മൾ റീച്ച് ആയിക്കൊണ്ടിരിക്കാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ ഓബൈ താമരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് എൻട്രൻസിലെത്തിയപ്പോഴത്തേനും സെക്യൂരിറ്റി പിടിച്ചു നിർത്തി വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്നും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമെങ്കിലും അവിടെ ഡിന്നർ ബൊഫേക്ക് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്ന ഒരു കാര്യമില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേനും ശരിക്കും ഞങ്ങളെല്ലാവരും കുറച്ച് എക്സൈറ്റഡ് ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും ഫുൾ ക്രിസ്മസ് വൈബായിരുന്നു. നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്മസ് പാപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അരുൺ ചേട്ടൻ വാലേ പാർക്കിങ്ങിന് കൊടുത്തിട്ടാണ് വന്നത്. പാർക്കിങ്ങിന് കൊടുത്താലും ചേട്ടൻ അവരുടെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ. കാരണം നമ്മളെല്ലാവരെക്കാളും ചേട്ടൻ വാല്യൂ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സേഫ്റ്റി മുഖ്യം ബിഗിലേ എന്നുള്ള രീതിക്ക് ചേട്ടൻ വാലേ പാർക്കിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് സെക്യൂരിറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടാണ് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി കൊടുത്തിട്ട് ചേട്ടൻ വരുന്നവരെ ഞങ്ങൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യായിരുന്നു. നമ്മൾ സെറ്റാണ് ഓക്കെ എന്നൊക്കെ ഉള്ള രീതിക്ക്. അത് കഴിഞ്ഞ് അരുൺചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ 3rd ഫ്ലോറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ബൊഫെ റെഡി ആയിട്ടുണ്ടായിരുന്നത്. ബൊഫെ സെറ്റ് ചെയ്തിരിക്കുന്ന 3rd ഫ്ലോറിലെ പൂളിൻ്റെ ഏരിയയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ 3rd ഫ്ലോറിലേക്ക് പോയി. അരുൺചേട്ടൻ വാലേ പാർക്കിങ്ങിന് കൊടുത്തതിൻ്റെ സന്തോഷം പങ്കിടായിരുന്നു. ഞാൻ എല്ലാം ചോദിച്ചിട്ടാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. ലിഫ്റ്റൊക്കെ വന്നിട്ട് ഫുള്ളൊരു ഗോൾഡ് കളർ ഷെയ്ഡായിരുന്നു. മൊത്തത്തിലൊരു റിച്ച് ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കയറി ഞങ്ങൾ ഭയങ്കര അവിടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് സംസാരമൊക്കെ പറഞ്ഞ് ലിഫ്റ്റിനെയും 2 ട്രോളിയിട്ട് ഞങ്ങൾ പോയി ക്യാമറ ഷൈ ആയിട്ടോ. ഫെബിക്സൊക്കെ ക്യാമറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൈ ആവും പുള്ളി. അങ്ങനെ പിന്നെ ഞങ്ങളൊരു സെൽഫി എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ കറക്റ്റ് 3rd ഫ്ലോർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ദിയ കൃഷ്ണയുടെയൊക്കെ വ്ളോഗിൽ കുറേ പ്രാവശ്യം ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് കയറുന്നതും ഞാൻ ഇത് കാണുമെന്ന് വിചാരിച്ചതും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തി. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് കാണുന്നത് ബാറാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് അവിടെ പൂളുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡിന്നർ ബൊഫെ സെറ്റ് ചെയ്തിട്ടുള്ള ഹാളെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആകട്ടോ, ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഒരു
ബ്രൈഡ് ടു ബിയുടെ ഷൂട്ടൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഫുൾ ഡെക്കറേഷനും പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ടെന്ന് അറിയത്തില്ല ഇത്രയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഇനിയിപ്പോൾ കറങ്ങി വരും, അവിടെയാണെങ്കിലും നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ക്രിസ്മസ് വൈബിൻ്റെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യാമറ അത്ര രസമില്ലാത്തതുകൊണ്ട് അതിൽ അറിയുന്നില്ല, പക്ഷെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ ബ്രൈഡ് ടു ബിയുടെ ഷൂട്ട് നടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ചൊരു പൂളിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഫുൾ ഇങ്ങനെ വായി നോക്കി അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ കുറച്ച് പേര് വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അരുൺചേട്ടനാണെങ്കിൽ ഇവിടെ നല്ല ഭംഗി ഇവിടെ കാണാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടായി. ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം നമുക്ക് ഇവിടെ നിന്നാൽ ഫുള്ളായിട്ട് കാണാം. അല്ല കഴക്കൂട്ടാണോ എന്നറിയില്ല, ആ ഒരു ഏരിയ ട്രിവാൻഡ്രം ലുലു മോളിൻ്റെ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ നൈറ്റ് ആയപ്പോഴത്തേനും ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ ലുലുവിലെ ക്രിസ്മസിൻ്റെ ലൈറ്റ്സും പിന്നെ റോഡിൽ വണ്ടിയുടെ ലൈറ്റ്സും എല്ലാം കൊണ്ടും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേനും ഹൻസേച്ചിയും മാളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുൾ അവിടെ നിന്ന് ചുമ്മാ ഫോട്ടോ എടുത്ത് സമയം കളയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറിയത് ബൊഫയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ആരെയും വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഡെസേർട്ട് കൗണ്ടറാ. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പോലും അറിയത്തില്ല. ഹൽവ ഉണ്ടായിരുന്നു, പുഡിങ് ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പേസ്ട്രീസ്, ചീസ് കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ പേരൊന്നും നോക്കില്ല, ഞാൻ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് എല്ലാ ഐറ്റത്തിനും ഓരോന്ന് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, അതായിരുന്നു ഏറ്റവും കഷ്ടം. കാരണം ഞാനിപ്പോൾ ഷുഗർ കട്ടൊക്കെ കൂടെ ആയിരുന്നുകൊണ്ട് എനിക്ക് ഷുഗർ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഡെസേർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഞാൻ എടുത്തേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ടോപ്പിങ്സ് ആയിട്ട് ചോക്കോ ചിപ്സ് ഉണ്ടായിരുന്നു, ബട്ടർ സ്കോച്ചും വാനിലയും സ്ട്രോബെറി ആയിരുന്നു ഉണ്ടായിരുന്ന ഐസ്ക്രീംസ്. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു മെയിൻ കോഴ്സിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പ്, പിന്നെ ബ്രെഡ്, ചീസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിക്കിൾസ്, പിന്നെ അല്ലാതെ കുറേ ഈ പയർ പിക്കിൾസ്, വെജിറ്റബിൾസ്, സ്റ്റീംഡ് വെജീസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൂഷി പോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. സൂഷി ഞാൻ തിരിഞ്ഞു നോക്കിയേ ഇല്ല, എനിക്ക് വേണ്ട എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ ഏതൊക്കെയോ 2 ഐറ്റംസ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉടായിപ്പ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എന്തിനാ ഇതിങ്ങനെ വെച്ചേ എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. പിന്നെ ഇതിനകത്ത് പ്രോൺ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു, സാലഡ് ഐറ്റം. പിന്നെ വീണ്ടും ഈ ചട്നി, പിക്കിൾ, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ബേർഡ്സ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നഗറ്റ്സ് പോലെയുള്ള അങ്ങനെയുള്ള ഐറ്റം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടൊക്കെ വിജയകരമായി അവസാനിപ്പിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സെക്കൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൻസ് ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പിന്നെ എന്തെന്നറിയത്തില്ല, ഇവിടെ നിന്നൊക്കെ കിട്ടി എന്തൊക്കെയോ കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ യുദ്ധം ഞങ്ങൾ ആരംഭിച്ചു. പതുക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത കുറച്ച് ഐറ്റംസ് എടുത്ത് അങ്ങനെയായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പതുക്കെ നല്ലപോലെ ടേസ്റ്റ് ചെയ്ത് ഏതാ ടേസ്റ്റ് ഉള്ളതെന്ന് നോക്കി വേണമെങ്കിൽ അത് കുറച്ചുകൂടി എടുക്കാം എന്നുള്ളൊക്കെ ഒരു മൈൻഡിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എടുത്തതിൽ ഒരു ക്രിസ്പി ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജിബിൻ ചേട്ടൻ വന്നിട്ട് എങ്ങനെയുണ്ട്, പതുക്കെ കഴിച്ചാൽ മതി, സമയമുണ്ടെന്നുള്ള രീതിക്ക് ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും അത്രേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ച ഫുഡ്സ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിനി അതിലെന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട്, എൻ്റെ ഫസ്റ്റ് റൗണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് റൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ഐറ്റംസാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ് അരുൺ ചേട്ടൻ്റെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ വെജീസും അതിനകത്തുണ്ടായിരുന്നു. എന്തൊക്കെയോ ഐറ്റംസ്, ഇതൊക്കെ എവിടെ ഇരുന്നൊന്നും പോലും ഞാൻ കണ്ടില്ല. അങ്ങനെ അതൊക്കെ എടുത്തിട്ടായിരുന്നു അരുൺ ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ ചേട്ടൻ വെറൈറ്റി ഐറ്റം, അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ പ്ലേറ്റും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് രതീഷ് ചേട്ടനെ ഞാൻ പേടിപ്പിക്കുമായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ മാളു സൂഷി ടേസ്റ്റ് ചെയ്തതാട്ടോ അത്. ഇനി നമുക്ക് കുറച്ച് മെയിൻ ഐറ്റം കണ്ടിട്ട് ഇത് ചോറ്
ഇത് ബിരിയാണി മൊയ്തീൻ ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ് എന്തൊക്കെയാണ് ഇതെന്തത് പനീർ. തന്തൂരി പ്ലേറ്റഡ് വിത്ത് മിന്റ് റിലിഷ്. അതായത് കിഴങ്ങ്, കൈ, കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത് റോസ്റ്റ്. അതാണോ? എന്തൊരു തായി ഗ്രീൻ കറി വിത്ത് ടോഫു. നീ ചില്ലി ബേബി കോൺ മാൻ മഷ്റൂം ഉരുളക്കിഴങ്ങ്. ബ്രെഡ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ പൂൾ സൈഡിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ കേട്ടത് ആനന്ദിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആട്ടോ ഓരോ ഐറ്റത്തിനെ കുറിച്ച്. വേറെ കുറേ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച് കളഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു സാധനം, പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെയൊന്നുമില്ല, വെറുതെ എന്തോ വെജിറ്റബിൾസ് റോൾ ചെയ്ത് വെച്ചതുപോലെ. പക്ഷേ ഈ ഒരു സാധനം കൊള്ളായിരുന്നു. ഇത് പ്രോൺസിൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു, പക്ഷെ അത് കൊള്ളായിരുന്നു. ഒരു നോർമൽ ടേസ്റ്റ്, ഇങ്ങനെ റോൾ ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് റൗണ്ടിൽ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഫിഷ് ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ എല്ലാവരും കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. വീണ്ടും സെക്കൻഡ് റൗണ്ടിൽ അരുൺ ചേട്ടൻ്റെ കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ് ആയിരുന്നു അത്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. റെയിൻബോയിൽ എല്ലാ കളേഴ്സും ഉള്ളതുപോലെ തന്നെ ചേട്ടൻ്റെ പ്ലേറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. അതായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫെബിക്സ് ഷൈ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് അവൻ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യില്ല. നോ. പിന്നെ മിഥുൻ ചേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു, അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ബാറ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ബാറിനകത്തുണ്ടായിരുന്ന ആൾക്കാർ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബാറ് കാണണ്ട, ഇവിടെ ഇരുന്ന് ചുമ്മാ കുറച്ച് നേരം ചില്ലടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുണ്ടച്ചേട്ടനോട് ഫോട്ടോ എടുക്കാൻ പറ്റപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല, അങ്ങോട്ട് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ബാറിൽ പോയ 2 പേര് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ ബാറ് കാണാൻ വേണ്ടിയിട്ട് പോയത് അവർ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി അടുത്ത റൗണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളുടെ വയറൊക്കെ ഒന്ന് ദഹിപ്പിച്ചതിന് ശേഷം കയറി. ആക്ച്വലി ഇവർ ബാറ് കാണാൻ കയറിയതാണെങ്കിലും 5 മിനിറ്റേ ഇരുന്നുള്ളൂ. 2000-2500 രൂപ എങ്ങാണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരോട് ഞങ്ങൾ ബാറിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ നല്ല പെൺപിള്ളേരുണ്ടായിരുന്നു, അവരെയും വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 4th റൗണ്ട്. ഇത് പുറത്തിങ്ങനെ ഗ്രിൽ ഐറ്റംസൊക്കെ കുറച്ചുണ്ടായിരുന്നു, ഫിഷ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഫിഷും അങ്ങനെ കുറച്ച് ലൈവ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ 4th റൗണ്ട്. ആനന്ദ് ഇവിടുന്ന് കപ്പിയും മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ പ്ലേറ്റിൽ നിന്നാണ് ടേസ്റ്റ് ചെയ്തത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചാട്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, ദഹിപ്പൂരി, അതൊക്കെ. അത് ഞാൻ എടുത്തില്ല, ബംഗു മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് എത്രാമത്തെ റൗണ്ടാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 5th റൗണ്ട് ആയിരിക്കണം. അങ്ങനെ 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡെസേർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഒരറ്റത്തുനിന്ന് എല്ലാ ഐറ്റംസും അരിച്ച് പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും ഞാൻ മിസ് ചെയ്തില്ല. കാരണം നമ്മൾ നഷ്ടം വരുത്തരുതല്ലോ കമ്പനിക്ക്. അങ്ങനെ എല്ലാ ഐറ്റത്തിൽ നിന്നും ഞാൻ ഓരോന്ന് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിത് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കിരൺ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇതെല്ലാം കഴിക്കൂ, നീ എന്തിനാ എടുക്കണം? ഞാൻ എല്ലാം കഴിക്കും, നോക്കിക്കൂ എന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷേ ഇതിൻ്റെ ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് ടേസ്റ്റ് നോക്കി, അല്ലാതെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ ആക്ച്വലി 2 കയ്യിൽ 2 പ്ലേറ്റ് ആയിട്ടൊക്കെയാണ് സീറ്റിൽ പോയിരുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനിത് എനിക്ക് മണിച്ചിത്രത്താഴെ ശോഭനയാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് 2 പ്ലേറ്റുമായിട്ട് പോയി ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ചെയ്തത്, കാരണം എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആനന്ദിൻ്റെ വക 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്നുള്ളൊരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്ന ഈ കലാവിരുത്. ഇതിന്റെ ഇൻസൈറ്റിൽ കൊടുക്കാനുള്ള വീഡിയോ ആണെന്നറിയാമോ? റെസ്റ്റോറന്റിൽ പോയിരിക്കില്ല, എന്നിട്ട്
എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എടുത്ത് മനസ്സിലായി നടന്ന മറ്റേ സ്റ്റാൻഡേർഡ് സാധനം ഇവിടെ അങ്ങനെ തന്നെ. അല്ല ചുണ്ടയ്ക്ക് ഞാൻ ഭയങ്കര ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇടുകയുള്ളൂ. സിംഗം സിംഗം തീപ്പൊരു സിംഗം. പിന്നെ ആ ബഹളത്തിനൊക്കെ ശേഷം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇനി ഏത് റൗണ്ട് പോയി ഇനി എന്തെടുക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു. ആക്ച്വലി ഞാൻ എല്ലാം കഴിച്ചിട്ട് എനിക്ക് എണീക്കാൻ വയ്യാത്തൊരവസ്ഥ. എന്നാൽ പിന്നെ ബാറ് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞാനും ആനന്ദേട്ടനും കൂടിയിട്ട് ബാറ് കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പോയപ്പോഴത്തേന് ലിനോയ് ചേട്ടനും ഷെഫിനും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ പോയിരുന്നു കുറച്ച് നേരം സംസാരിച്ച് അവിടെ സ്ക്രീനിൽ ഞങ്ങൾ മാച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. പിന്നെ അവർ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവരെ ഫുഡ് കഴിക്കാൻ പോകണമായിരുന്നു. അവർ ഫുഡ് കഴിക്കാൻ പോകുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ ബിയറിന് നല്ല കളറൊക്കെ നല്ല ലുക്കുള്ള ബിയറൊക്കെ ആയിരുന്നു. പിന്നെ ആ കളറിനെ കുറിച്ചൊക്കെ ബിയറിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ലിനോ ചേട്ടനൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞാനും ദിവ്യ ചേച്ചിയും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. അരുൺ ചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 10 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ QC ടീമിൻ്റെ സെൻഡ് ഓഫ് ഗിഫ്റ്റ് കൊടുത്തത് കിരണിന് ആ സെയിം ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഫുൾ അലമ്പായിരുന്നു ഇവിടെ. അങ്ങനെ അലമ്പിനൊക്കെ ശേഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദിവസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗിൽ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.